ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ കാൽഗറിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയല്ല, കാൽഗറിയിലെത്തി. സോ ഞാൻ എൻ്റെ കൂടെ താമസിക്കുന്ന രണ്ട് ഫ്രണ്ട്സായിട്ട് സ്റ്റാമ്പീഡ് കാണാൻ പോവാണ്. സോ സ്റ്റാമ്പീഡ് ബേസിക്കലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും വലിയ ഐഡിയ ഒന്നുമില്ല. സോ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തത് വെച്ചിട്ട് സ്റ്റാമ്പീഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പറയുന്നത് വേൾഡിലെ ബിഗ്ഗസ്റ്റ് സ്റ്റാമ്പീഡാണ് കാൽഗറി സ്റ്റാമ്പീഡ് എന്നാണ് പറയുന്നത്. ഇനി ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഔട്ട്ഡോർ റോഡിയോ ഒരു ടൈപ്പ് സാധനമാണ് കേട്ടോ. അതല്ലാണ്ട് അവർക്ക് കുറേ റൈഡ്സ് ഉണ്ട്, കുറേ ഈ സ്ട്രീറ്റ് ഫുഡ്, ഇത് പിന്നെ കുറേ ഗെയിംസ്, അങ്ങനത്തെ കുറേ പരിപാടികളാണ് മെയിൻലി ഇവിടെ നടക്കുന്നത്. അപ്പോൾ അത് കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആൻഡ് ഐ ഗെസ് ഇവർക്ക് ആകെപ്പാടെ 1 വീക്ക് എന്തോ ഉള്ളൂ ഈ സ്റ്റാമ്പീഡ് എന്ന് പറയുന്ന പരിപാടി. അപ്പോൾ പെട്ടെന്ന് ഇന്നലെ രാത്രി അല്ല 2-3 ദിവസം മുമ്പേ പെട്ടെന്ന് ഡിസൈഡ് ചെയ്തു, നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തു, പെട്ടെന്ന് നമ്മളിപ്പോൾ പോകുന്നു. അപ്പോൾ ഞാൻ നിൽക്കുന്നത് എഡ്മണ്ടണിലാണല്ലോ. അപ്പം എഡ്മണ്ടണിൽ നിന്ന് 2 hours 45 minutes ഡ്രൈവ് ഉണ്ട് ഈ കാൽഗറിയിലോട്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. സോ ഞങ്ങളൊരു 12:30-1 മണി ആ റേഞ്ചിലൊക്കെ ആയപ്പോൾ ഇറങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ചായയൊക്കെ കുടിക്കാനൊക്കെ ഇറങ്ങി. അങ്ങനെ കുറേ പരിപാടികൾ. എനിവേയ്സ് ഇപ്പം നമ്മൾ ഏകദേശം എത്താറായി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ പോയി കണ്ടിട്ട് വാ. അപ്പോഴത്തേക്ക് ഞാൻ അവിടെ എത്തുന്നതായിരിക്കും. അപ്പോൾ രാവിലെ എഴുന്നേക്കാൻ എല്ലാവരും ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങളൊരു ബ്രഞ്ച് വെച്ചിട്ടങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഞാനിന്ന് സ്റ്റാമ്പീഡിന് പോകുന്നത് എൻ്റെ റൂംമേറ്റ്സിൻ്റെ കൂടെയാണ്, അപ്പാർട്ട്മെൻറ്റ് മേറ്റ്സിൻ്റെ കൂടെയാണ്, മറിയം ആൻഡ് സാദിഖ്. അപ്പം ഞാൻ എഴുന്നേറ്റ് റെഡി ആയിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ മറിയം എനിക്ക് കഴിക്കാനുള്ള സാൻഡ്വിച്ചും ചായയൊക്കെ സെറ്റാക്കി വെച്ചു കേട്ടോ. പുള്ളിക്കാരി എപ്പോഴും അങ്ങനെയാണ്. ഞാൻ എങ്ങാനും ലേറ്റ് ആവുമോ അല്ലെങ്കിൽ പുള്ളിക്കാരിയാണ് ആദ്യം എഴുന്നേൽക്കുന്നതെങ്കിൽ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടേ പോവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് കഴിക്കാനുള്ള സ്നാക്സൊക്കെ പുള്ളിക്കാരി തലേ ദിവസമേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിതൊന്നും അറിഞ്ഞു പോലുമില്ല, സ്വന്തമായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ റെഡിയായി കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ ആകപ്പാടെയുള്ള പണി ബ്രഞ്ച് കഴിക്കുക, ഈ സാധനങ്ങളെല്ലാം ഒന്ന് പാക്ക് ചെയ്യുക, റെഡിയായിട്ട് ഇറങ്ങുക, ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും പാക്കിംഗ് ഒക്കെ കണ്ടാലേ മനസ്സിലാവുമല്ലോ. ഞങ്ങൾ ഇന്നത്തെ ദിവസം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം മാറ്റി വെച്ചേക്കുന്ന ഒരു ദിവസമായിരുന്നു. രാവിലെ തൊട്ടേ ഫുഡ് അടി ആയിരുന്നു. ഇപ്പോൾ സ്റ്റാമ്പീഡിന് പോകുകയാണെങ്കിലും അവിടെയും പലതരം വെറൈറ്റി ഓഫ് സ്ട്രീറ്റ് ഫുഡായിരിക്കും. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഫോർ ദ ഡേ. അപ്പോൾ ഫാസ്റ്റ് ഫോർവേഡ് ടു ഫൈൻഡിങ് ദ പാർക്കിംഗ് ലോട്ട്. ഞങ്ങളങ്ങനെ അവസാനം ഒരു പാർക്കിംഗ് ലോട്ട് കണ്ടുപിടിച്ചു. അത് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാട്ടോ കിട്ടിയത്. ഒത്തിരി പ്രാവശ്യം നമ്മൾ ഈ ഒരു ഏരിയയിൽ കൂടെ 1-2 പ്രാവശ്യം വണ്ടി ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചിട്ടാണ് ഈ ഒരു സ്പോട്ട് അവസാനം കിട്ടിയത്. എന്നിട്ടും ഇവിടുന്ന് നമുക്ക് ഇനി 10 മിനിറ്റ് വാക്കുണ്ട് ആക്ച്വൽ സ്റ്റാമ്പീഡ് സ്പോട്ടിലോട്ട്. അപ്പോൾ ദ ഹോൾ റോഡ് വാസ് ലൈക്ക് ട്രാഫിക്ക് മാത്രം ഉണ്ടായിരുന്നുള്ളൂ, വണ്ടിയൊന്നും മൂവ് പോലും ചെയ്യാതെ. ഒത്തിരി ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ബഹളം വെച്ച് ഇറങ്ങിയപ്പോൾ തന്നെ ആ ഒരു വൈബ് നമുക്ക് മനസ്സിലാവും. ലൈക്ക് എല്ലായിടത്തും മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. എനിക്ക് എല്ലാ മ്യൂസിക്കും ആഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ വോണ്ട് ടു ഷോ യു ദാറ്റ് വൈബ് ദാറ്റ് ദ ഹോൾ പ്ലേസ് ഹാഡ്. പക്ഷേ വല്ല കോപ്പിറൈറ്റും കിട്ടിക്കഴിഞ്ഞാൽ പണി വാളും. അതുകൊണ്ട് കുറേയൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടേ കേട്ടുള്ളൂ. അങ്ങനെ ആഫ്റ്റർ ദ ലോങ് വെയിറ്റ് ആൻഡ് ലോങ് വാക്ക് ആൻഡ് എവറിത്തിങ് നമ്മൾ സ്റ്റാമ്പീഡ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ടായിരുന്നു. ലൈക്ക് ബാഗും ഒരു സ്കാനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ മെയിൻ ഗ്രൗണ്ടിലോട്ട് ചെല്ലുന്നത്. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി ആൾക്കാരുള്ള സ്ഥലത്ത് പോകുന്നതിനോട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലല്ല. പക്ഷേ ദിസ് വാസ് സംതിങ് ഇൻട്രസ്റ്റിംഗ്. എല്ലാവരും ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന ഒരു ഐറ്റം ആയിരുന്നതുകൊണ്ട് എനിക്കിതൊന്ന് കാണണം എന്നുണ്ടായിരുന്നു. ഒത്തിരി റൈഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ലൈക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് കണ്ടു തീർക്കാൻ പറ്റാത്ത അത്ര ഐറ്റംസ് ആണ് ഈ ഒരു സ്റ്റാമ്പീഡിലുള്ള. ലൈക്ക് യു നെയിം ഇറ്റ്, എന്തൊക്കെ നിങ്ങൾക്ക് വേണം. ലൈക്ക് കഴിക്കാനുള്ള സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസിൻ്റെ വെറൈറ്റി ആയിക്കോട്ടെ, റൈഡ്സ് ആയിക്കോട്ടെ, ഒത്തിരി കാണാനുണ്ട്. ഗെയിംസ് ആണെങ്കിലും ലൈക്ക് ഷോസ് ആണെങ്കിലും ഇപ്പോൾ റോഡിയോ ആണെങ്കിലും പിന്നെ മ്യൂസിക് കോൺസേർട്സ് ആണെങ്കിലും അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. ഫോർ മീ ആസ് എ പേഴ്സൺ എനിക്ക് റൈഡ്സിലൊന്നും കയറുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം പേടിയുമാണ്, അതുപോലെ തന്നെ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ദർ ഇസ് നോ പോയിന്റ്. അപ്പം ഞാൻ അതിലൊന്നും വലിഞ്ഞു കയറാൻ പോകാറില്ല.
ആകെപ്പാടെ നമ്മൾ കയറുന്നത് ജൈൻറ്റ് വീല് പോലത്തെ ഒന്ന് രണ്ട് ഒത്തിരി പേടിക്കാത്ത, ഒത്തിരി സീനില്ലാത്ത അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. Okay, how about I told you guys if you see something you like, you give me a big Calgary. അങ്ങനെ ഞാൻ സ്കൈ റൈഡിൽ കയറാൻ പോവാണ്. ഞാൻ പറഞ്ഞല്ലോ ഇത് ഭയങ്കര വലിയൊരു ഏരിയ ആയതുകൊണ്ട് ഒരു എൻഡിൽ നിന്ന് വേറൊരു എൻഡിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഈ സ്കൈ റൈഡ് നമുക്ക് യൂസ് ചെയ്യാം. എനിക്ക് അത്യാവശ്യം നല്ല പേടിയുണ്ടായിരുന്ന കാര്യം ഹൈറ്റ് എനിക്ക് അത്യാവശ്യം നല്ല പേടിയുള്ള കൂട്ടത്തിലാട്ടോ. പിന്നെ എൻ്റെ കൂടെ വന്നവർ ഒന്നിച്ചും ഞാൻ ഒറ്റയ്ക്ക് ഒരു ക്യാബിനിലും അങ്ങനെയായിരുന്നു ഞാൻ ഇരുന്നത്. അപ്പം ഒറ്റയ്ക്കും കൂടെ ആയതുകൊണ്ട് the experience was kind of good, something new, പക്ഷെ at the same time ചെറിയൊരു ടെൻഷനും ഉണ്ടായിരുന്നു. അവിടെയാണ് എൻ്റെ കൂടെ വന്ന രണ്ടുപേർ. I'm afraid of heights. I'm super terrified right now. ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. ഇവിടെ വരുന്ന മെജോറിറ്റി ആൾക്കാരും, ഈ സ്റ്റാമ്പീഡിന് വരുന്ന മെജോറിറ്റി ആൾക്കാരും ഈ കൗബോയ് കൗഗേൾ ആ ഒരു തീമിലുള്ള ഡ്രസ്സിങ് ആണ് ചെയ്യുന്നത്. ലൈക്ക് ആ ഒരു അറ്റയറാണ്. കൗബോയ് ഹാറ്റ്, കൗബോയ് ബൂട്ട്സ്, ഇതൊക്കെയാണ് മെജോറിറ്റി ആൾക്കാരും. കുറേ പേരൊക്കെ ലൈക്ക് സമ്മർ ക്ലോത്ത്സ് ഉണ്ട്, പക്ഷെ എന്നാലും മെജോറിറ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ഒരു കൗബോയ് ഹാറ്റാണ് മെയിൻ. കുറേ സ്റ്റോളും ഉണ്ടായിരുന്നു, ലൈക്ക് കൗബോയ് ഹാറ്റ് സ്പെസിഫിക്കലി വിൽക്കുന്ന കുറേ അധികം സ്റ്റോറും ഉണ്ടായിരുന്നു നമ്മൾ വരുന്ന വഴിയൊക്കെ. അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി ആക്ച്വലി. നമ്മളിത് പ്ലാൻ ചെയ്തത് 2-3 ദിവസം മുമ്പേ ആയതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇതിന് വേണ്ടിയിട്ടൊരു ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് ഇറങ്ങാൻ വേണ്ടിയിട്ടൊരു ടൈം കിട്ടിയില്ല. അല്ലായിരുന്നെങ്കിൽ നമുക്കൊന്ന് ഒപ്പിക്കാം. ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഹൈറ്റ്. I don't know how I'm doing this alone. പക്ഷേ ഉണ്ടല്ലോ ഇവിടെ മേളിൽ നിന്നുള്ള വ്യൂ ഭയങ്കര രസമുണ്ട്. ഐ മീൻ മൊത്തം ആൾക്കാരാണ്, എല്ലായിടത്തും റൈഡും അതും ഇതും. So it's kind of fun, but at the same time I can hear my heartbeat literally at the moment. ഇത് ഇടയ്ക്ക് കാറ്റൊക്കെ വരുമ്പോഴത്തേക്കും കിടന്ന് കുലുങ്ങുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെറിയ പേടി, ബട്ട് ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ്, ഇറ്റ്സ് ഫൈൻ. ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ലുക്ക് അറ്റ് ദ ക്രൗഡ്, ലൈക്ക് ഇത്രയും ആൾക്കാർ. ഞാനത് വിശദീകരിച്ച് എനിക്ക് പറയാനൊരു ഗ്യാപ്പ് കിട്ടില്ല. ഈ ക്രൗഡ് ഇന്നിപ്പം നാളെയും കൂടെ ഉള്ളൂ ഈ സ്റ്റാമ്പീഡ്, അതുകൊണ്ടാണ് ഇത്രയും ക്രൗഡ്. ആൻഡ് ഇവിടെ ഈ നേരത്തെ ഒക്കെ വന്നവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ദാറ്റ് കാനഡ വൈഡുള്ള ആൾക്കാരും വരും, പ്ലസ് US നിന്ന് വരെ ആൾക്കാർ ഈ സ്റ്റാമ്പീഡ് കാണാൻ വരും എന്നാണ് പറയുന്നത്. So it is that much of a celebration. സാധാരണ എല്ലാ ഫെയറിനും പോകുന്ന പോലെ തന്നെ ഇവിടെയും നമ്മൾ ടിക്കറ്റ് സ്ട്രിപ്സ് വാങ്ങിച്ചിട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ റൈഡിനും പേ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ കയറിയ സ്കൈ റൈഡിന് തന്നെ 5 ടിക്കറ്റ് ആയിരുന്നു അതിൻ്റെ ഒരു ഫെയർ എന്ന് പറയുന്നത്. എനിക്ക് കുറേ കാലമായിട്ട് ട്രൈ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നൊരു സാധനമാണ് കേട്ടോ ഈ ലിക്വിഡ് നൈട്രജൻ ക്യാൻഡി.
കുറേ കണ്ട് നടന്ന് ക്ഷീണിച്ച് അവസാനം ഞങ്ങൾ താഴെ ലോണിലിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് അടുത്ത പ്രോഗ്രാമിൻ്റെ സൗണ്ട് കേൾക്കുന്നത്. ഇതൊരു കൈൻഡ് ഓഫ് എ മ്യൂസിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് ഒരു ബാൻഡ് പരിപാടി ഉണ്ടായിരുന്നു, പ്ലസ് അതിൻ്റെ കൂടെ കുറേ പെർഫോമേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ കുറേ സിംഗേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ മേളിൽ സീലിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ മ്യൂസിക് ടൈൽസ് പോലെ അങ്ങനെ എന്തോ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ നല്ല രസമായിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദ ഹോൾ ഡേ, ഞങ്ങളുടെ ഒരു ഡേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ട് പോയാലും അവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടി ആ സമയത്ത് കാണും. അതുപോലായിരുന്നു അത് മൊത്തം ഓർഗനൈസ് ചെയ്തേക്കുന്നത്. ലൈക്ക് ഇറ്റ്സ് എ കംപ്ലീറ്റ് ഫൺ പാക്ഡ് ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ഥലം, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇറ്റ്സ് ലൈക്ക് നമുക്ക് ഒരു സെക്കൻഡ് പോലും ചുമ്മാ ഇരിക്കാൻ തോന്നത്തില്ല. ലൈക്ക് ബോറടിച്ചിട്ട് അല്ലെ ഒന്നും കാണാനില്ല എന്ന് വിചാരിച്ചിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഹാപ്പനിങ് ആണ്. അങ്ങനെ ഫെയറിൻ്റെ മെജോറിറ്റി കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ BMO സെൻറ്ററിൽ വന്നു കേട്ടോ. നമ്മുടെ എൻട്രൻസിൻ്റെ ആ ഒരു ഏരിയ തന്നെയാണ് ഈ BMO സെൻറ്റർ വരുന്നത്, നമ്മൾ കയറി വരുന്ന ആ ഒരു ഏരിയ. ഇവിടെ ആക്ച്വലി ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു, ബിക്കോസ് എല്ലാം തന്നെ ഹാൻഡ് ക്രാഫ്റ്റഡ് ഐറ്റംസ് ആയിരുന്നു. എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു, ലൈക്ക് ചെറിയ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു, ജസ്റ്റ് ടു റിമെമ്പർ ദിസ് എക്സ്പീരിയൻസ്. പക്ഷേ പെട്ടെന്നൊന്നും കണ്ടില്ല അങ്ങനെ. ബിക്കോസ് ഇപ്പോൾ കുഞ്ഞൊരു കമ്മലാണെങ്കിൽ കൂടി ഇറ്റ് വാസ് ലൈക്ക് മോർ ദെൻ $70, $80. ആൻഡ് ഇപ്പോൾ കാണുന്ന ഈ ബാഗ് തന്നെയാണെങ്കിലും മോർ ദെൻ ലൈക്ക് $100, $150 എല്ലാം ആ ഒരു റേഞ്ച് ആയിരുന്നു. ഈ ബാഗാണെങ്കിൽ തന്നെ എന്തോ ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ് വിത്ത് റീസൈക്കിൾഡ് ഐറ്റംസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അത്യാവശ്യം നല്ല ക്ലാസി ലുക്കുണ്ട്, അതിൻ്റെ കൂടെ തന്നെ അത്യാവശ്യം നല്ല പ്രൈസിയുമാണ്. അതല്ലാണ്ട് പിന്നെ കീ ചെയിൻ ഉണ്ടായിരുന്നു, വാച്ചസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെയാണെന്ന് പറഞ്ഞാലും എല്ലാം ഈ വാച്ചിൻ്റെ സ്ട്രാപ്പ് ആണെങ്കിൽ തന്നെ വുഡൻ സ്ട്രാപ്സ് ആട്ടോ. അപ്പം അതിന് അന്യായ വിലയാണ് വുഡൻ സ്ട്രാപ്സ് ആയതുകൊണ്ട്. ഇപ്പോൾ കീ ചെയിൻ ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നും കണ്ടില്ല. ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഒരു കാര്യമില്ലാതെ അന്യായ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നി. അങ്ങനെ അവസാനം വി എൻഡഡ് അപ്പ് ജസ്റ്റ് എക്സ്പ്ലോറിങ് ലൈക്ക് വിൻഡോ ഷോപ്പിംഗ്. വെറുതെ എല്ലാം ഒന്ന് കറങ്ങി നടന്ന് കണ്ടിട്ട് ഞങ്ങൾക്ക് തിരിച്ചു വരേണ്ട വന്നു. ഇറ്റ്സ് ഗുഡ് ഫോർ എക്സിബിഷൻ. ഡിസൈൻസ് ഒക്കെ അമേസിംഗ് ആണ്, പക്ഷെ കത്തി റേറ്റ് ആണ്. മറിയാൻ പറയായിരുന്നു ഒരു കിഡ്നി കൊടുക്കേണ്ട വരുമെന്ന്. അമ്മ അതിൻ്റെ റേറ്റ് ആണ് പോലും.